ഓണത്തെ പിള്ളേരെ വിളിച്ചാലോ? What do you guys say? Are you guys ready to welcome the boys? വെട്രി ആയി നമ്മുടെ മുന്നിലെത്തിയ റോഷൻ മാത്യു. ആദ്യം we will hear from you. അർജുൻ അശോകൻ ദുബായിൽ ഷൂട്ടിലാണ്. ലോബോ ആയി സാപ്പിയോ ആയി നമ്മൾ കണ്ടു അർജുനെ. ആൻഡ് you entered the scene from jail. അതിനുശേഷം എല്ലാം മാറി. Tell us how you enjoying the success. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അർജുൻ ഒരുപാട് ഭയങ്കര ഭീകര സംഭവങ്ങൾ മിസ്സാക്കുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് ഇന്നത്തെ ദിവസത്തിനെ പറ്റിയിട്ടായിരിക്കും അർജുൻ ഏറ്റവും അധികം ഫോമോ ഉണ്ടാവുക. സോ അർജുൻ യു ആർ വെർ ഓൾ തിങ്കിങ് അബൌട്ട് യു. ഈ എനർജി അങ്ങനെ എത്തുന്നുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ജെന്യുവിൻലി എനിക്ക് സംസാരിക്കണമെന്നൊന്നുമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ഇതുവരെ സംസാരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. ഇത് ചത്താപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക പങ്കെടുക്കുന്ന ഒരു ചടങ്ങെന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെന്റിലാണ് വന്നത്. പക്ഷേ ഐ തിങ്ക് അതിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ ഹാസ് ബിൻ ഈ ചെറിയ കഥകൾ, ദീസ് അനക്ഡോട്ട്സ് ദാറ്റ് വി ഡിഡ്ന്റ് നോ, വി കണക്ടിങ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ ടു മമ്മൂക്ക. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന, ഒരുപാട് ആദരിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ജേർണിയിലും കൂടെ അതെങ്ങനെ സംഭവിച്ചതെന്നും അറിയില്ല, ഭയങ്കര വലിയ മൈൽ സ്റ്റോൺസ് തന്നിട്ടുള്ള ആൾക്കാരാണ്. സിബി സാറ്, വിജയ് ബാബു ചേട്ടൻ ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ എൻ്റെ തുടക്കത്തിൽ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. SM സോമൻ സാറ് ഞാനും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ ആദ്യം അഭിനയിച്ച സിനിമ ഒന്നാണ് പുതിയ നിയമം എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ. അതിൽ സാർ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ താങ്ക് യു ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ. ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഈ രാത്രി എൻ്റെ ലൈഫിൽ എന്നും. that much I can say. It's already gone. And we are also very happy. Art റോഷനെ മാസ് റോഷനായി കാണാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. So that is something spectacular. I think it will change your trajectory and give you options in it. Hopefully. I mean like ഒത്തിരി പേർക്കുണ്ട് നന്ദി പറയാം. പക്ഷെ ഫസ്റ്റ്ലി ടു അദ്വൈത്, ഈ പറഞ്ഞ പോലെ ഞങ്ങളെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതിന് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡയറക്ടർ ചെയ്താൽ നടക്കും. ആൻഡ് ഫോർ ഷിഹാന്റെ ഈ പ്രോജക്റ്റിലുള്ള വിശ്വാസവും ഷിഹാന്റെ എനർജിയും കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. ദ ബിഗ്ഗസ്റ്റ് ഓഫ് ദാറ്റ് ബീങ് മമ്മൂക്ക. ഞാൻ അധിക പ്രസംഗമാവില്ലെങ്കിൽ എൻ്റെ ഒരു അനക്ഡോട്ടും കൂടെ പറഞ്ഞു. ഞാൻ പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ 2-മത്തെയോ 3-മത്തെയോ ദിവസമാണ് മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ ഷൂട്ട് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ നാടകങ്ങൾ മാത്രം ചെയ്തിരുന്നത്, കുറച്ച് പരസ്യങ്ങൾ, അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കുറച്ച് ചെറിയ പരിപാടികൾ. അപ്പോൾ അതിന് മുമ്പ് ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തപ്പം എന്തോ അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നി. അഭിനയിക്കുന്നതിനകത്ത് എന്തോ സെറ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടില്ല, സിനിമയായിട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ലാത്ത ഒരാളായിരുന്നു, സിനിമ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ചിലപ്പോൾ നമ്മുടെ, കാരണം എനിക്ക് സാറാണ് ഡയറക്റ്റ് ചെയ്തത്, സാർ പറഞ്ഞു ഓക്കെയാണ്, എവിടെയോ ഒന്ന് സെറ്റിൽഡ് അല്ലാത്തൊരു ഫീലിംഗ് വന്നു. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതിൽ വേറെയും ഒരുപാട് പ്രോസസ്സുകളുണ്ടല്ലോ, നാടകം പോലെ ഇത് പെർഫോം ചെയ്യുന്നിടത്തല്ലല്ലോ ഇത് ഓഡിയൻസിലേക്ക് എത്തുന്നത്, ഇതിൽ ഇനി എഡിറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിലൊക്കെ ആയിട്ട് ഇത് ശരിയായിക്കോളും എന്ന് വിചാരിച്ചു. 2-മത്തെ 3-മത്തെ ദിവസം മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ സീൻ വന്നു. അപ്പോൾ എൻ്റെ സജഷനിൽ മമ്മൂക്കയുടെ ഒരു ഷോട്ട് വന്നു. മമ്മൂക്ക അതിൽ പെർഫോം ചെയ്ത് ഓക്കെ ടേക്ക്, ഞാൻ ഈ ദൂരത്തിൽ നിന്ന് കാണാം മമ്മൂക്ക പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ തെറ്റാ, ഈ ചെയ്യുന്ന സാധനം ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം. കാരണം നമുക്ക് അന്ന് പെർഫോം ചെയ്തപ്പോൾ അതിനകത്ത് ആ കഥയിൽ അതുവരെ സംഭവിച്ച കാര്യങ്ങളും ആ കഥാപാത്രവും അതിൻ്റെ ഓരോ മൊമെന്റിൽ അലൈവായിട്ടുണ്ടായിരുന്നു. ഇത് 2015 അവസാനമാണ് സംഭവിക്കുന്നത്, പുതിയ നിയമത്തിന്റെ ഷൂട്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഇത്രയും വർഷവും അന്ന് ആ സംഭവിച്ച കാര്യം ഹാസ് ഗിവൺ മീ എ ഗോൾ ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഇനി സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു എയിം ഫോർ. 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചത്താപ്പച്ച എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും വാട്ട് വി സൈൻഡ് അപ്പ് ഫോർ വാസ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ക്യാമിയോ. മമ്മൂക്ക അവിടെ വന്ന് നിന്നത് ഈ കഥയിൽ നമ്മൾ സർക്കസുകാരനും ഗുസ്തിക്കാരനും എന്നൊക്കെ പറയുന്ന വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട്. ഹി ഡിഡ്ന്റ് കം ദേർ ആസ് ദി സൂപ്പർ സ്റ്റാർ ദാറ്റ് ഹി ഈസ്, ഹി കെയിം ദേർ ആസ് എ ക്യാരക്ടർ ദാറ്റ് ഹി വാണ്ടഡ് ടു പ്ലേ. അത് ഇനി ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ വിൽ ക്യാരി അഗൈൻ ആസ് എ ഗോൾ. സോ I feel really blessed that this has happened. Thank you so much. I think as actors, he is probably your best, dictionary out there. Everybody's. അടുത്തതായി I would like to welcome the next amazing swag ഉള്ള നമ്മുടെ പൂക്കി ചെറിയാനെ വിളിക്കാതെ എവിടെ പോരാ. വിശാൽ നായർ living the role, breathing
one of my favorite little things in the movie is Pookie Tendi. I thought it was too cute. You were a good one. Thank you. Good തന്നെയാണ്. But good evening everybody, good evening. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആണ്. എല്ലാവരും അനക്ഡോട്ട്സ് പറയുകയാണെങ്കിൽ ഞാനും ഒന്നും പറയാം. അല്ല കുഴപ്പമില്ല, പറയണത് 10 വർഷം മുന്നേ പുത്തൻപണം എന്ന് പറഞ്ഞൊരു പടത്തിനാണ് മമ്മൂക്കയുടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് അതെൻ്റെ 2ാമത്തെ സിനിമയായിരുന്നു. അപ്പോൾ അന്ന് മമ്മൂക്കി കണ്ടോണ്ട് എന്നെ അടുത്ത് പോയിട്ട് സാർ ഞാൻ വിശാഖ് ഇങ്ങനെ ചെന്നൈയിൽ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് ഞാൻ സിനിമയിലേക്ക് ഈ ഒരു ഡ്രീം ഫോളോ ചെയ്യാൻ വന്നേക്കാം. അപ്പോൾ അതിന് മമ്മൂക്കി ഒന്ന് ആലോചിച്ചിട്ട് നീ ജോലിയൊക്കെ ക്വിറ്റ് ചെയ്ത് ഈ പണിക്ക് ഇറങ്ങിയല്ലേ എന്നായിരുന്നു ഫസ്റ്റ് ചോദിച്ച ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സാർ എങ്ങനെയാണ്? അന്ന് നമുക്ക് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. ചിലവർ പിടിച്ചു നിൽക്കും, ബാക്കിയുള്ളവർ രക്ഷപ്പെടും. ബട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. 10 വർഷം കഴിഞ്ഞ് നമ്മുടെ സെറ്റിൽ അന്ന് മമ്മൂക്ക വന്നപ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ തന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ that shocked me to my core because ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓർത്തിരിക്കുന്നത് അത് ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ്, അതിനേക്കാളും വലിയൊരു ഒരു ഒന്നുമില്ല ആസ് എൻ ആക്ടർ ടു ഗെറ്റ്. താങ്ക് യു മമ്മൂക്ക ഫോർ ബീങ് എ പാർട്ട് ഓഫ് അവർ ഫിലിം. ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ഫോർ ഓൾ ഓഫ് us involved. You are and you always will be an inspiration to all of us. As far as Chatta Pacha is concerned, ഇതിൽ വർക്ക് ചെയ്ത പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. The entire technical crew is here. In the cast പലരും എത്തിയിട്ടുണ്ട്. അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അർജുൻ, wherever you are. ഇതിലത്തെ unsung heroes എന്ന് പറയുന്ന 2 പേരുണ്ട്. The superstars of this film, that is none other than Mr. Shihan Shaukat and Mr. Advait Nair. നിങ്ങളുടെ day 1 തൊട്ടുള്ള vision, your conviction that this film is going to do something special, that is the reason we are here. So thank you. Fantastic. Well, Arjun Ashokan, Roshan Matthews, Vishak Nair ഉണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടി ഇല്ലെങ്കിൽ it will not be complete. The boy through whose narrative Chatta Pacha, the Ring of Rowdy started is none other than നമ്മുടെ കൂട്ടത്തിലെ little. Let's give it up for Ishak Shankar Tufan. What a proud moment, Ishak. ഞങ്ങൾക്ക് എല്ലാവർക്കും, because ഇവിടെയുള്ള കുറേ പേര് ഇഷാനെയും ഷിഹാനെയും like I said ചെറിയ കുട്ടികളായി കണ്ടതാണ്. ഇന്ന് to see you as fully functional adults is insane. And that was like, what a fantastic movie. എന്ത് തോന്നുന്നു പോലെ after Marco മറ്റൊരു സിനിമ and Chatta Pacha. How are you feeling today? എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കാനെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. പക്ഷെ എല്ലാ പ്രാവശ്യം കാണുമ്പോഴും ഒടുക്കത്തെ നെർവസ്നെസ് ആണ്. എന്താണെന്ന് അറിയില്ല. ഞാനൊന്ന് ഡ്രസ്സ് ഇടുന്ന സമയത്ത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. പക്ഷെ മമ്മൂക്കയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാം മറന്നുപോയി. നമ്മുടെ ജെൻസി ഓവർ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഓറ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓറ. സോ താങ്ക് യു സോ മച്ച് മമ്മൂക്ക. ഓർക്കുന്നേ ഉള്ളൂ, മറന്ന സാധനങ്ങളല്ല. മമ്മൂക്ക നമ്മുടെ പടത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്ക് ബോൺ ആണ്. സ്റ്റാർട്ടിങ് തൊട്ട് മമ്മൂട്ടി കമ്പനി ഈസ് വൺ ഓഫ് അവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ്. ജോർജ് ഏട്ടൻ, സുനിലേട്ടൻ, നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് യു ഗൈസ്. സോ താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ടേഴ്സിന് ഒരുപാട് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കുള്ള അൺസങ് ഹീറോസ് നമ്മുടെ ടെക്നീഷ്യൻസ് ആണ്. ഈ എല്ലാവരും സംസാരിക്കുന്ന സ്കെയിലും ഇതുവരെ കാണാത്ത ഒരു ഫിലിം മേക്കിംഗ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കാരണമാണ്. സോ താങ്ക് യു സോ മച്ച്. ആനന്ദേട്ടൻ, എവറിഥിങ് സ്റ്റാർട്ട്സ് വിത്ത് യു. You know that. Praveen Chetta, Mujib Majid, Shankar Ehsan Roy, Kalai Master, എല്ലാവരും thank you so much. You are the reason this movie is what it is. Shihan and Advait, നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഡൗട്ടേഴ്സ് ഉണ്ടായി. ഇവരൊക്കെ പിള്ളേരല്ലേ, ഇവർക്ക് എന്തറിയാനാ സിനിമയെ കുറിച്ച്, ഇവരാണോ സിനിമ ചെയ്യാൻ പോകണമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി. ഈ പ്രോജക്റ്റ് എത്ര വലിയ സക്സസ് ആയാലും ഇന്നും നാളെ ഡൗട്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. സോ താങ്ക് യു ബോത്ത് സോ മച്ച്. പിന്നെ ആദ്യമായിട്ടാണ് ആക്ച്വലി ഞാൻ എൻ്റെ പേരൻസിന് മുമ്പിൽ സംസാരിക്കുന്നത് പടം റിലീസ് ചെയ്ത ശേഷം. കഴിഞ്ഞ 2 വർഷം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ. നിങ്ങളെ കാണാൻ പറ്റിയില്ല, കാരണം നിങ്ങളൊക്കെ ദുബായിലാണ്. പക്ഷെ ഞാൻ ഈ പ്രോജക്റ്റിന് തിരക്കിലായിരുന്നു.
പക്ഷെ അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പ്രൗഡാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ഹോപ്പ് വി ബോത്ത് വെരി പ്രൗഡ്. So sweet. That's really sweet. Of course, നിങ്ങൾ നാലുപേരുമാണ് നമ്മൾ of course പോസ്റ്റേഴ്സിലൊക്കെ കാണുന്നത്. പക്ഷെ ഈ ഒരു സിനിമയിൽ ഇവര് നാലുപേരും മാത്രമല്ല. ഇവര് ആ ഒരു സിനിമയിൽ ഇത് കംപ്ലീറ്റ് ആക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ എനിക്കൊന്ന് സ്റ്റേജിലേക്ക് ഒരുമിച്ച് അങ്ങ് വിളിക്കുവാണ്. ബിക്കോസ് നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ട്രംപ് നമ്മൾ ഇറക്കും, അല്ലാതെ നമ്മൾ കളിയില്ല. അപ്പൊ can I welcome എന്താ കടൽക്കൊമ്പൻ ശരിക്കുള്ള പേരൊക്കെ ഞങ്ങൾ മറന്നു കേട്ടോ, സോറി. ഇനി കടൽക്കൊമ്പൻ എന്ന പേരിൽ നീ അറിയപ്പെടും. ഇവരെല്ലാരും സ്റ്റേജിൽ നിൽക്കുമ്പം ഐ തിങ്ക് നമ്മളുടെ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും വിളിക്കാതെ എന്ത് ചത്താപ്പച്ച. എന്റെ പൊന്ന് ഷിഹാനെ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. Can I have Advait Nair on stage? ഞാൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? Do we have everybody we need here on stage? Anand, come on man. ഇയാളെ അങ്ങനെ കാണാറില്ല. അതിനു മുമ്പ് the writer is here, അമൽ ഷാ. Sorry, അമൽ എവിടെ? കണ്ടില്ല അമലെ. ഇങ്ങനെ ഒളിച്ചു നിന്ന് എങ്ങനെ കാണും എന്റെ പൊന്നമലെ? ആദർശ്, ഇവര് കുറെ പേര് ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ആദർശ് വാ. ഇനി ശരിക്കും നോക്കിക്കേ, ആരെങ്കിലും ഉണ്ടോ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്റെ ഇൻട്രോ കൊളാക്കരുത്. സെറ്റ് അല്ലേ? Alright. So like each and every one of us, നമ്മളുടെ ജനനം മുതൽ സിനിമ കണ്ട് നാളെ മുതൽ നമുക്ക് ഇദ്ദേഹം സ്ക്രീനിൽ വരുമ്പം ഹീസ് ബിക്കം സച്ച് എ പാർട്ട് ഓഫ് അവർ ലൈഫ്സ് അല്ലേ? അത്രയും വലിയ ഒരു നടൻ നമ്മളുടെ സിനിമയിൽ വരുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് അത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ലേ? അത് മാത്രമല്ല, ആ ഫിലിം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുമ്പോൾ ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് ഫീൽ ചെയ്യുന്നില്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളിയല്ലേ? നമുക്ക് ആക്ച്വലി സക്സസ് തുടങ്ങിയത് നമുക്ക് ജോയിൻ ചെയ്ത തൊട്ടുണ്ട് ഈ സക്സസ്. ഇതൊക്കെ ഒരു ഷോ മാത്രമാണ്. അപ്പൊ ഈ സക്സസ് പാർട്ടി ശരിക്കും അങ്ങ് സക്സസ് പാർട്ടി ആവണമെങ്കിൽ it is time, ladies and gentlemen, for us to welcome the reason behind the success, the X Factor. Let's give it up for the one and only നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. Walter is here in the house. Walter, Walter, can we stand up and give them a round of applause? Chatta Pacha, bring up our reason. അതൊരു വലിയ കഥയാണ്. പറഞ്ഞു തുടങ്ങിയ ഒരു 19 കൊല്ലത്തെ ചരിത്രം പറയും. Mappuka joined the team and then എല്ലാം മാറി. റോസമ്മ ആദ്യം സംസാരിക്കണം. റോസമ്മക്ക് എന്താ പറയണ്ടേ? റോസമ്മ വേണ്ടല്ലോ. എന്താ പറയാനുള്ളത്? ഞാനിങ്ങനെ മമ്മൂക്ക വരണേക്കാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ ആക്ടിങ്. മമ്മൂക്ക ശരിക്കും അങ്ങനെ ചെയ്യാണോന്ന് തന്നെ വെച്ചു. പക്ഷെ കുറച്ച് ഞാൻ പേടിച്ചു. പിന്നെ മമ്മൂക്ക വന്നപ്പോ ഞാൻ ആകെ എന്റെ കിളി പോയി. ഇതെന്താ അത്? അപ്പൊ മമ്മൂക്കയുടെ ആക്ടിങ് ഞാൻ തിയേറ്ററിൽ എൻ്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടോ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ മമ്മൂക്കയുടെ ആക്ടിങ്ങില്? അവിടെ ആക്ടിങ്ങില് മമ്മൂക്ക വരുമ്പോ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മമ്മൂക്ക എടുത്ത് ചോദിക്കാം. മോൾക്ക് എന്താ മമ്മൂക്ക എടുത്ത് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോള് റോസമ്മ തന്നെ അങ്ങ് ചോദിച്ചോ. മമ്മൂക്ക എന്റെ ആക്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഞാൻ പേടിച്ചു പോയി. ഭയങ്കര ആക്ടിങ് കണ്ടിട്ട്. ഇത്രയും ചെറിയ ആളെ ഇത്രയും വലിയ അഭിനയം വിനിയോഗിക്കുന്നു വിചാരിച്ചു. താങ്ക് യു. മമ്മൂക്ക ചത്താ പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടിയിൽ ഇവരെല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻ ദം. എന്ത് തോന്നുന്നു? ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി 2 ദിവസം അത് കഴിഞ്ഞു. ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം. ചത്താ പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ? ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ഷൗക്കത്തിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം, പിള്ളേർ സിനിമ പഠിച്ചു, ഒരാൾ ആക്ടിങ് പഠിച്ചു,
ഒരാൾ ഡയറക്ഷൻ പഠിച്ചു എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം. ഞാൻ പറഞ്ഞ ഷൗക്കത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല. ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ പള്ളിയ പാടാൻ ഇവിടെ നിന്നു പോകും. അപ്പോൾ വേണോ അല്ല, അവർ പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവർ അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്ന് പറഞ്ഞു. പക്ഷേ ഷൗക്കത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഷൗക്കത്തിന് അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെക്കാണെങ്കിലും മറ്റാളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ. അവരെ വേണ്ട ഇവരെ ഇടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, അവരുടെ സൗകര്യമുണ്ടോ, ഇയാൾക്ക് സൗകര്യമുണ്ടോ, അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു. ആക്ടേഴ്സ്, ഈ ഡയറക്ടർ, ഞാൻ പറഞ്ഞു ഡയറക്ടർ എനിക്കറിയില്ല, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കും. അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ തന്നെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി. എനിക്ക് കുറച്ച് വിശ്രമം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്ത് ഞാൻ വേണോ, ഞാൻ വരണോ? അല്ലല്ല വരണം. ഞാൻ പറഞ്ഞ് എങ്ങനെ ഇല്ലാതിരിക്കാൻ പറ്റില്ലേ? അല്ല, ഈ പടത്തിൻ്റെ ആദ്യം മുതലേ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വന്നില്ല പിന്നെ ആൾക്കാർ ചോദിക്കും അയാളവിടെ പോയത്. അപ്പോൾ പിന്നെ എന്തുവാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ കഥയുടെ ആദ്യം എന്തൊക്കെ പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, ഇതിനെപ്പറ്റി വലിയ വെളിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു ഞാൻ. അത്രേ ഉള്ളൂ സിനിമയിൽ. സിനിമയിൽ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത്, ഇയാൾ ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കാലത്ത് അയാൾ നാട് വിട്ടുപോയിരുന്നു. കൊച്ചിക്കാരാണ് എല്ലാവരും. അയാൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പം കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ ഒത്തിരി കണക്ഷൻ പോയെന്ന് വരാം. പക്ഷേ അതങ്ങനെ കണ്ടാൽ കണക്റ്റ് ആവും. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസവും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവുമില്ല, എൻതൂസിയാസവും ഇല്ല, എനർജിയും ഇല്ല, പേടി മാത്രം ഉണ്ടായിരുന്നു. രക്ഷപ്പെടുവോ, നന്നാവുമോ, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത്. പക്ഷേ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ. ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല, ഇത് അഴിച്ചിട്ട പേടിയാവും. അതുപോലെ ഈ ചങ്ങാതി ഈ വിശാഖം എൻ്റെ നാളാണ്. വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കിത് ജമ്മത്ത് പറ്റില്ല. ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത്. ഒരു 5-8 കൊല്ലം ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത്. പക്ഷേ പിള്ളേർ സമ്മതിക്കണം. ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി, ഇവരായിരുന്നു ഈ സിനിമയിലെ. അല്ല, ഇത് സത്യം പറയുന്നതാണല്ലോ. ഞാനിതിനകത്ത് കള്ളത്തരം മരുന്നൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത്. അപ്പോൾ ഇവന്മാർ ഊതിയാൽ നമ്മൾ പറന്നുപോയി പോയില്ലേ. അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട്. ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പറയും. അത്രത്തോളം ഈ ഷൗക്കത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാശൊന്നും വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എന്നിടയ്ക്ക് സന്തോഷ് എൻ്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയായിട്ട്. സന്തോഷിൻ്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം. പിന്നെ പുള്ളി ഇപ്പോഴത്തെ ശബ്ദം കേൾക്കാൻ തന്നിട്ട് കുറച്ചാളായാലും വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് പക്ഷേ ഞാൻ പരിപാടി കാണുമായിരുന്നു. പിന്നെ ഇപ്പം സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത്, സത്യമല്ലേ?
നമ്മളെ പടം എങ്ങനെയുണ്ട്? പൊളിയാണോ? സൂപ്പർ, പൊളിച്ചടുക്കി. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷം. ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മുടെ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ എന്നല്ല. സോ ഹി വാസ് സോ എന്തൂസിയാസ്റ്റിക്. നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത്, നമ്മളിനിയിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ പോയി മോശമാകല്ലോ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമയെന്ന്, അത് വേറെ കാര്യം. അപ്പോൾ ഇവർ പറഞ്ഞു ചെയ്തു. അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഇങ്ങനെയുണ്ട് പരിപാടി. താങ്ക് യു പോയത്. നമുക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗ് റെസ്ലിംഗുമായിട്ടുള്ള ബന്ധമോ? അല്ല, അത് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ബന്ധമാണെങ്കിൽ എൻ്റെ മൂത്തപ്പയുടെ മൂത്ത മോനുണ്ട്. അല്ല, ഈ വോൾട്ടർ എന്ന ക്യാരക്ടർ ചെയ്യാൻ യെസ് പറഞ്ഞ കാരണം എന്താ? ഞാൻ റെസ്ലിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അത് ഇവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നല്ലേ ഉള്ളൂ പല കാര്യവും. അടിക്കടാ. അതേ ഉള്ളൂ. അത് ഇയാളെ പഴയ അന്നത്തെ കാലത്ത് ഒരു ദാരിദ്ര്യ കാലത്തുള്ളൊരു ഫീലിങ്ങേ ഉള്ളൂ. ഇപ്പോൾ ഒരു വലിയ റെസ്ലിംഗ് ഇതൊക്കെ കിട്ടി വരും പരിപാടിയല്ലേ. അത്രേ ഉള്ളൂ. പോരെ? ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 2023 തുടക്കത്തിൽ ഓസ്ലർ, 2024 രേഖാചിത്രം, 2024-25-26 ചത്ത പച്ച. ഈ മമ്മൂക്കയെ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ? അത് മമ്മൂക്ക മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണോ? നമുക്കൊരു ക്യാമിയോ ചെയ്തേക്കാം, നമ്മളില്ലെങ്കിൽ നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ. അതിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാണ്. അടുത്ത വർഷം ഒരു ക്യാമിയോ ഒക്കെ മിക്സ് ചെയ്യാം അല്ലേ? ബാബുക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്യാമിയോ ആയിട്ട് വരുമ്പോ അതുപോലെ മമ്മൂക്കനെ ഈ കൊച്ചി മട്ടാഞ്ചേരി ഈ ഏരിയയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. അപ്പം ആ ഏരിയ ആയിട്ട് മമ്മൂക്കയ്ക്ക് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി. പിന്നെ ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിക്കാരാണ്. പിന്നെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ആ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഭാഷ അത്യാവശ്യം നല്ല പരിചയമുണ്ട്. ഞങ്ങളുടെ ഒരു മട്ടാഞ്ചേരിക്കാരൻ അവിടെ ഉണ്ട്. നീ അത് രണ്ട് വാക്കൊന്നും പറയുന്നോ? പേടിക്കുക, ടെൻഷൻ അടിച്ച് ചാവരുത്. മമ്മൂക്ക പൊളിയാണ്. ലവ് യു എന്നൊക്കെ. ലവ് യു ടു. മതിയില്ലേ ഡാറ്റു? ഒരേ കണ്ടന്റ് ആയോ? നമുക്ക് നിർത്താം. നമുക്ക് ഇനി ഈ 2026 തുടക്കം കുറിച്ചു, ചത്ത പച്ച ഹിറ്റായി. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ കുറെ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ്. അതിൽ പേട്രിയറ്റ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ഇഷാനും എവിടെ? ഇഷാനോടെ അതിന്റെ പുറകെ എവിടെയോ ഭയങ്കര ബിസി ആക്ടറല്ലേ, കുറെ പടത്തിലായിപ്പോ അല്ലേ? സെറീനോ ഉണ്ട്. അപ്പം അതിന്റെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ? എങ്ങനത്തെ മമ്മൂക്കയാണ് ഇനി വരാൻ പോകുന്നത്? വോൾട്ടറിനെ കണ്ടു, ഏത് മുഖമായിരിക്കും? കുറേ മുഖം. എന്തും ചെയ്യും, അന്തം വിട്ടാൽ എന്തും ചെയ്യും. എന്തായാലും നമ്മുടെ വോൾട്ടറിനെ ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത്, അത് മമ്മൂക്ക ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു കൈ കൊടുക്കാം to the entire team of Chatta Pachala. റോസമ്മേ, അവസാനം വല്ല വാക്ക് പറയാനോ? നീ ആണല്ലോ ഇന്നത്തെ താരം. ലാസ്റ്റ് ഒന്നും